പറയാം സിജിൻഡോ, അത് വിജയിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിജയിക്കേണ്ടത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണെന്നേ. എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ വ്യാഖ്യാനമാണല്ലോ ഇതിന്റെ. എന്താണ് മംഗൽസൂത്രം പൊട്ടിപ്പറിച്ചെടുത്ത് എന്താണ് ഗുസ്പേട്ടുകൾക്ക് കൊടുക്കും എന്നത്രത്തോളം വലിയ വ്യാഖ്യാനമോ വളച്ചൊടിക്കലോ അല്ല. അപ്പൊ അത് അവിടെ എറിക്കാതിരുന്നിട്ടും വീണ്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പ്രധാനമന്ത്രി ഇന്ന് പ്രധാന പോയിന്റായി വ്യാഖ്യാനിച്ച് പറയുന്നുവെങ്കിൽ സഭയിൽ മാറാൻ ഉദ്ദേശമില്ല. ബാലക് ബുദ്ധി എന്ന് വിളിക്കുകയാണ്. ഏതോ സിനിമ ഷോലെ സിനിമ എടുത്ത് പറഞ്ഞ മൗസി എന്നൊക്കെ പരിഹസിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി എങ്ങനെയായിരുന്നു അങ്ങനെ തുടരും സഭയിൽ ഇനിയും. ജിൻഡോ അല്ല, രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്നൊക്കെ വിളിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ 65% ആളുകൾ 35 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. ഈ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം CR നീലകണ്ഠൻ സാർ പറഞ്ഞ പോലെ തന്നെ ഈ യൗവനത്തോടുള്ള ഓക്കാനമാണ് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം. അത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയങ്ങളെ വസ്തുതാപരമായിട്ട് അതിനെ ഖണ്ഡിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനാണ് നരേന്ദ്രമോദി മുമ്പ് എങ്ങും ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്തത്. ഇവിടെ യുവരാജ് തന്നെ ഈ ചർച്ചയിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. ഹാഷ്മി പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. പിന്നെ അഴിമതിയെക്കുറിച്ച് പറയുന്ന നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളും ഒക്കെ പ്രതിപക്ഷ ചേരിയിലുള്ള ആളുകളൊക്കെ നരേന്ദ്രമോദി നടത്തുന്ന കാട്ടുകൊള്ളത്തരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്ന ആളുകൾ ഒരൊറ്റ മഴയിൽ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിച്ചപ്പോൾ അത് ആളുകൾ വിശ്വസിച്ചു. റോഡും പോയി, മതിലും പോയി, എല്ലാം പോയി. രാജ്യത്തെ വിമാനത്താവളങ്ങളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഇടിഞ്ഞു വീഴാത്ത വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇന്ന് ഈ പറഞ്ഞ നരേന്ദ്രമോദി വന്നതിന് ശേഷം പണിതതെല്ലാം 10 വർഷം പോലും തയ്ക്കാതെ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ലക്ഷണം എന്താ? ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ആളുകളൊക്കെ ഇന്ന് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക്, ഇവർ ദൂരദർശനിലൂടെ ലൈവായിട്ട് ആരതി കാണിച്ച ക്ഷേത്രത്തിൻ്റെ പൂജാമുറിയിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം വരുന്നു. അതുമാത്രമല്ലെന്നേ, ഒരൊറ്റ മഴയിൽ നരേന്ദ്രമോദിയുടെ അഴിമതി വെളിവാക്കപ്പെടുമ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. ആ മണ്ണിൽ വേറെ എന്തുമാവട്ടെ, BJPയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള അവർ ഇട്ട വിഷവിത്ത് ഏറ്റവും കൂടുതൽ വിളയിക്കാൻ നോക്കിയ മണ്ണിൽ അയോധ്യയുടെ ഭൂമിയിൽ BJP തോറ്റു. അതിന് മറുപടി പറയണ്ടേ? ഇന്ത്യ മുന്നണിയുടെ സീറ്റ് കൂടി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് 90-100 എത്തി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പ്രായം ഇരട്ടിയായാലും കോൺഗ്രസ് വിജയിക്കില്ല എന്നൊക്കെ ആത്മവിശ്വാസം പറയുന്ന BJPയുടെ പ്രതിനിധി എന്തുകൊണ്ട് അയോധ്യ രാമക്ഷേത്ര ഭൂമിയിൽ എന്തുകൊണ്ട് BJP തോറ്റു എന്ന് പറയാൻ കഴിയണം? ഈ രാജ്യത്തെമ്പാടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഓടി നടന്ന് വർഗീയതയും വിദ്വേഷവും വിഷവും വിളമ്പിയ മണ്ണിലൊന്നും അവർ വിജയിച്ചില്ല. എന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്ന് അവർ പറയണം. ഈ രാജ്യത്തെ മനുഷ്യർക്ക് നരേന്ദ്രമോദിയെ തിരിച്ചറിയാൻ കിട്ടിയ അവസരമായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിലൊരു സംശയവും വേണ്ട. പിന്നെ താങ്കളോടൊരു കാര്യം പറയാം. പദവി എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് അംഗങ്ങളുടെ പ്രായം നോക്കിയല്ല സ്പീക്കർ ബഹുമാനിക്കേണ്ടത്. ആ പാർലമെന്റിനകത്ത് സ്പീക്കറുടെ പദവിയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി. സ്പീക്കർക്ക് താഴെയാണ് ബാക്കി എല്ലാവരും. അതുകൊണ്ടാണ് സ്പീക്കർ മുകളിൽ കയറിയിരിക്കുന്നത്. സ്പീക്കർക്കാണ് ഇവരെ നിയന്ത്രിക്കാനുള്ള അവകാശമുള്ളത്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ അത് കേട്ട് ഇക്കിളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ പ്രയാസമായിരുന്നു സ്പീക്കർക്ക്. സ്പീക്കർ അടക്കം, പ്രധാനമന്ത്രി അടക്കം നിരവധി മന്ത്രിമാർ ഇടപെടുന്നു. 50-ലധികം പ്രാവശ്യമല്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അതിനെ കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത ഇല്ലാത്ത ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് അത് ശീലമുണ്ടായില്ല. ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ അവരെ അത് ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടി പറയാതെ ഇങ്ങനെ ഈ പഴയ തന്ത്രങ്ങളൊക്കെ വീണ്ടും പയറ്റിക്കൊണ്ടിരുന്നാൽ